നമ്മളിങ്ങനെ ഇരുന്ന് നമുക്ക് വിശപ്പ് കൂടും, നമ്മൾ ഇനിയും കുറേ കൂടി ടയേർഡാവും, നമ്മൾ ചിലപ്പോൾ മയങ്ങി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ നടുക്കിരിക്കുന്ന ഏറ്റവും കുറവ് ഇപ്പം എൻ്റെതായി. നാളെ ഈ ടൈം വരെയും ഈ ഒരു കുപ്പി വെള്ളം മാത്രമേ ഒരാൾ കുടിക്കാൻ പറ്റൂ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ ലോങ് ടൈം നമ്മൾ എത്ര നാളായി ഇങ്ങനെ ഒന്ന് ഇരുന്ന ഒരു ചലഞ്ച് വീഡിയോ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചലഞ്ച് വീഡിയോ ചെയ്തത് 24 hours നോ സ്ലീപ്പ് ചലഞ്ച് ആണ്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ചലഞ്ച്, യൂണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ആണ് നോ ഫുഡ് ചലഞ്ച് ഇൻ 24 hours. അല്ലെ, 24 hours നിങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കാൻ, നമ്മൾ പട്ടിണിക്കിരിക്കാനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വന്നിട്ട് ആദ്യമായിട്ട് നമ്മളൊരു ചലഞ്ച് ചെയ്യുന്നത്. വെൽക്കം. അപ്പം മൃദുല ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൽ വിൻ ചെയ്യണോ, എനിക്ക് ഭയങ്കര വാശിയായിട്ട് മൃദുല വന്നിരിക്കുന്നത്. ഗൈസ്, മുറു അത്യാവശ്യം പട്ടിണി ഇരിക്കും കേട്ടോ, നന്നായിട്ട്. 24 hours ഫുഡ് കഴിക്കാതെ സർവൈവ് ചെയ്യുന്ന ആളായിരിക്കും നമ്മുടെ ഇന്നത്തെ വിജയ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ സമയം കറക്റ്റ് 10 മണിയായിട്ടുണ്ട്. നാളെ ഇതേ സമയം 10 മണി വരെയാണ് നമ്മുടെ ആ ഒരു ചലഞ്ചിന്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത്. വേണമെങ്കിൽ കഴിക്കാൻ കേട്ടോ. അതെ, അത്ര നമ്മുടെ ഹെൽത്ത് ആണ് മുഖ്യം. ഡ്രോപ്പ് ചെയ്യാം ചലഞ്ചൊക്കെ നമ്മൾ ചെയ്തോളാം. അപ്പൊ ആരാണ് ഇതിൽ വിജയ് എന്ന് നോക്കാം. എടാ, നമ്മൾ ഇങ്ങനെയായിരുന്നു നോൺ സ്ലീപ്പ് ചലഞ്ച് ചെയ്തത്. അതെ നമ്മള് സ്റ്റാർട്ടിങ്ങില്. പക്ഷെ നമ്മൾ ചലഞ്ച് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ലെവലിൽ പിടിച്ചെടുത്തില്ല. ഉറങ്ങാതെ ഇരിക്കാൻ പറ്റും നമുക്ക് വിചാരിച്ചതല്ല, പക്ഷെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ വേണമെങ്കിൽ നമ്മൾ ഒരു ദിവസം കൂടി ഇരുന്നേനായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. കാരണം നമുക്കൊരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു അല്പം എനർജി വേണം. നമ്മളിപ്പോൾ ഇതുവരെയായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പം കറക്റ്റ് 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ചു ഏത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കിങ്ങനെ പിടിച്ച് നിൽക്കാമെന്ന്. അപ്പോഴാണ് നമ്മളെ മനസ്സിൽ ഉദിച്ചത് നാടൻ ഫുഡായ നമ്മുടെ പഴങ്കഞ്ഞി. അതേ കേസ്, പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച കേസ്. പഴങ്കഞ്ഞി കുടിച്ചാൽ അത്യാവശ്യം വിശക്കാതിരിക്കും. കാരണം അതിന് വെള്ളവും വരും, റൈസും വരും, എനർജി കിട്ടും. അതായത് നമുക്ക് റൈസ് ഉണ്ട്, അതിൻ്റെ മുകളിൽ തൈര് അടിച്ചിട്ടുണ്ട്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ തോരനുണ്ട്, അച്ചാറുണ്ട്, ചെറിയുള്ളി ഉണ്ട്, കാന്താരി മുളകുണ്ട്, നമ്മുടെ കൊണ്ടാട്ടമുണ്ട്, നല്ല അടിപൊളി ഇന്നലത്തെ മീൻകറി, പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടത്, മുളക്. എനിക്ക് വന്ന് വേണ്ട. സെറ്റ്. പ്രാർത്ഥിക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കും. അയ്യോ ദൈവമേ, എനിക്ക് ഇന്നത്തെ ദിവസം ഫുള്ള് പട്ടിണി ഇരിക്കാനായിട്ട് ഇതുള്ള ഫുള്ള് ഊർജ്ജം തരണം. അപ്പം നമ്മൾ ഇന്ന് പഴങ്കഞ്ഞി മാത്രമേ കുടിക്കത്തുള്ളൂ, വേറെ ഒന്നും നമ്മൾ കഴിക്കത്തില്ല. ഓക്കെ, ഇത് കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാൻ പോവാണ് ഇന്നത്തെ ഡേ. ഗൈസ്, ഇപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പഴങ്കഞ്ഞി. മൃദുല ഇവിടെ സ്റ്റിൽ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ഗൈസ്. ശരീര പണിയൊന്നും നമ്മൾ എടുക്കരുത്, കാരണം കുറച്ച് കഴിയുമ്പം പിന്നെയും വിശക്കും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ കുറച്ച് നീ പണിയെടുത്ത് നീ വെയിലത്തോട്ട് നിന്നോ. പഴങ്കഞ്ഞി ഉരുവി പോട്ട്. പഴങ്കഞ്ഞി കുടിച്ചോണ്ടാണോ എന്തോ ഭയങ്കര ക്ഷീണം. അതെ, നമ്മളെ ക്ഷീണം വരും. ഉറങ്ങാം കേട്ടോ, നമുക്ക് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം. എടാ ഗൈസ്, ഇപ്പോഴൊന്നും നമുക്കിനി വിശക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരു വൈകുന്നേരം കഴിഞ്ഞ ഒരു 6 മണി 7 മണി സമയത്തായിരിക്കും നമുക്കിനി വിശപ്പൊക്കെ വരാം. പിന്നെ പാതിരാത്രി പിന്നെ മുട്ടം രാത്രി പറയണ്ട. ഇന്ന് 3 പേര് ഒന്നിച്ചായിരിക്കും കിടക്കാൻ പോകുന്നത്. കാരണം കള്ളത്തര കാണിക്കാനുള്ള ചാൻസ്. കട്ട് തിന്നാൻ പോകണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിട്ടേ. അതെ ഗൈസ്, നമ്മൾ ഇന്ന് 3 പേര് ഒരുമിച്ചാട്ടോ കിടക്കുന്നത്. അത്രേ ഉള്ളൂ. കള്ളനെ അപ്പഴേ തോക്കും. സമയം 1 മണി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. സ്റ്റിൽ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മുറുതേണ്ട 3 കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഓരോ കുപ്പി വെച്ച് എടുക്കാം. ഓരോ കുപ്പി ഒരാൾക്കാണ്. നാളെ ഈ ടൈം വരെയും ഈ ഒരു കുപ്പി വെള്ളം മാത്രമേ ഒരാൾ കുടിക്കാൻ പറ്റൂ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ കുപ്പി സ്വന്തം വാങ്ങിക്കോളൂ. ഞാൻ ഈ കുപ്പി എടുത്തു. കുപ്പി മോട്ടിക്കാൻ പാടില്ല, വെള്ളം വേറെ എടുക്കാൻ പാടില്ല. അത് ഗൈസ്, വെള്ളം അമൂല്യമാണ്, ആരും പാഴാക്കരുത്. ഓരോ തുള്ളി കുടിക്കുമ്പോഴും നമ്മൾ വിചാരിക്കണം നമ്മളെ അത് കുറഞ്ഞു വരികയാണ്. അത് എപ്പോ വേണേലും കുടിച്ചു തീർക്കാം. 10 മണി വരെ എപ്പോ വേണേലും കുടിച്ചു തീർക്കാം. ഈ ഒരു കുപ്പി വെള്ളം കുറച്ച് കുടിക്കാം. ഞാൻ കുറച്ച് കുടിക്കുന്നു. ഈ ഏട്ടന്റെ കുപ്പിയില് നീലയുണ്ട് ഇച്ചിരി, എന്റെ കുപ്പിയിലതില്ല. ഞാൻ പോയെന്ന് കിടന്ന് ഉറങ്ങാണ് ഗൈസ്. എനിക്ക് ഉറക്കം വരുന്നത്, ശരിക്കും നല്ല ഉറക്കം വരുന്നത്. ഒന്ന് ഉറങ്ങി ഒന്ന് എണീറ്റ് വരാം ഗൈസ്. ഓക്കെ, നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഞാൻ ഉറങ്ങുന്നില്ല ഇപ്പോഴേ. ഇല്ലേ, മുറി ഉറങ്ങുന്നാ? പോയി കിടന്ന് ഉറങ്ങണേ പോ. ഞാൻ അനങ്ങാതെ ഇരിക്കും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയ ചിലപ്പോൾ വിശക്കും. ഉറങ്ങി എണീക്കുമ്പോ വിശക്കുമെന്നാണ് ഒരു ഇത്. അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കണ്ട. ഓക്കെ, നിങ്ങൾ ഉറങ്ങുന്നില്ലല്ലേ? ഞാൻ പോയി ഉറങ്ങിട്ട് വരാം. ബൈ 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 ബൈ.
ഞാനും കുറച്ച് വെള്ളം കുടിക്കാൻ പോവാണ്. കൊച്ചുമേലി ഉറങ്ങി കാണും. നമ്മുടെ രണ്ടുപേരുടെയും സെയിം കുപ്പിയാണ്. ഇതിൽ എന്തോ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഏട്ടൻ്റെ കുപ്പിയിൽ ഇച്ചിരി വയലറ്റ് ഉണ്ട്, എൻ്റെ കുപ്പിയിലതില്ല. ഹേ ഗൈസ്, ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം ചെറുതായിട്ടൊരു ടയേർഡായ പോലെ ഫീൽ. കാരണം 10 മണിക്കാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അതിലേക്ക് തലവേദന എടുക്കുന്നുണ്ട്. ഒരു ഉറക്കമായിരുന്നു ഇത്ര നേരം കിടന്നു. അപ്പോൾ എനിവേ കൊച്ചു ഇപ്പോഴും ഉറക്കമാണെന്ന് തോന്നുന്നു. നമ്മൾ ഉറങ്ങുമ്പോൾ അറിയത്തില്ല വിശപ്പ്, അതുകൊണ്ടാണ് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചത്. ഇനി ഉറങ്ങാൻ പറ്റത്തില്ല. ഇത്രയും നേരം കിടന്ന് ഉറക്കമായിരുന്നു സുഹൃത്തുക്കളെ. വെള്ളത്തിൻ്റെ ലെവല് ഇത്രയായി കേട്ടോ. ഞാൻ ഉറക്കം എണീറ്റിട്ട് കുറച്ച് കുടിച്ച്. നിങ്ങൾ കിടന്നുറങ്ങിയ? നമ്മൾ കിടന്നുറങ്ങി. അവർക്ക് തലവേദനയൊക്കെ എടുക്കുന്നത്. തലവേദനേ? ഫുഡ് കഴിക്കാതിരുന്ന തലവേദന എടുക്കും. അതാ മൃദുലയുടെ അമ്മ അയച്ചല്ലേ, നീ എന്റെ മോളെ കെട്ടിച്ചിട്ട് പട്ടിണി കൊണ്ടുവന്നത്. ഗൈസ്, സത്യമായിട്ട് ഉറക്കം എണീറ്റിട്ട് എനിക്കൊരു ക്ഷീണമുണ്ട് കേട്ടാ. ഉച്ചക്ക് കഴിക്കാൻ ചെറിയൊരു വിശപ്പുണ്ട്, ചെറിയ രീതിയിൽ. ഇപ്പൊ ഒരു ഉഴുന്നോടെയൊക്കെ കിട്ടിയ ഒരു ചായയും ഒരു ഉഴുന്നോടെ എടുക്കട്ടെ. നീ ഒന്നും കുടിച്ചില്ലേ വെള്ളം? കുടിക്കാൻ പോവാ. വെള്ളത്തിനൊക്കെ ഇത്ര രുചി ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. ഗ്യാസ് വരുന്നു ഗൈസ്. എടാ നിന്റെ വയറ് നോക്കട്ടെ. വയറൊന്നും കാണാനിട്ടില്ല. എന്റെ വയറ് പിടിച്ചേ. പട്ടിണി ദിവസം. അയ്യോ, രാത്രിയാകുമ്പോ ഈവനിങ് സമയം നല്ല ചായയും പരിപ്പൂടും കിട്ടി കുടിക്കാമായിരുന്നു. ഏമ്മ, ഞാൻ ഉച്ചക്ക് എന്തെങ്കിലും കഴിച്ചാന്ന് ചോദിച്ചാ? നിങ്ങള് പട്ടിണി ഇരുന്നുള്ള ചലഞ്ചാ ചെയ്യുന്നത്. ഞാൻ നമ്മുടെ ഒരു സ്നേഹവും ഇല്ല. കഴിച്ചോന്ന് ചോദിച്ചോടാ? ഞാൻ ചോറുണ്ടപ്പോ ചോദിച്ചില്ല നിങ്ങക്ക് ചോറ് വേണോന്ന്. അപ്പൊ പറഞ്ഞു വേണ്ടെന്ന്. ആരുടെ ചോദിച്ചു? എന്റെ അടുത്ത് ചോദിച്ചാ? നീ ഇല്ലായിരുന്നു, നീ മേളിൽ പോയി കൊച്ചു പ്രവീണിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. ലാഭമായല്ലോ. ചലഞ്ച് നടത്തുന്നവരെ നമ്മള് നിർബന്ധിക്കാൻ പാടില്ല. ചലഞ്ച് ആയിരിക്കണം. ഇതാണ് ഗൈസ് മുറിവിന്റെ വെള്ളത്തിന്റെ ലെവൽ. തലവേന എടുക്കുന്നല്ലേ? എനിക്കും കിടന്ന് ഉറങ്ങിയോണ്ടാണ്. എനിക്ക് സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ കൊച്ചു തലവേന എടുക്കും. ലൈറ്റായിട്ട് തലവേന ഉണ്ട്. പാവ് ബജി ഉണ്ടായിരുന്നാ? നോക്ക് ഭഗവാനെ, ഇത് ഞാനല്ലേ? നമ്മള് വീട്ടു സാധനം വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ബാക്കി ഇങ്ങനെ ഒന്നിച്ചിരിക്കുക. നമ്മള് വിശന്നിരിക്കുമല്ലേ, അപ്പൊ വിശന്നിരിക്കുമ്പോ എല്ലാരും ഒന്നിച്ചിരിക്കാം. അത് എനിക്ക് നിന്റെ അടുത്താ പറയാനുള്ളത്. കൊച്ചു ഡള്ളായി ഗൈസ്, കൊച്ചു ഡൗൺ ആയി, ചാഞ്ഞ്. എനിക്കിപ്പോ തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ. സീരിയസ്ലി എനിക്ക് വിശന്നിരുന്ന തലവേദന എടുക്കും. എനിക്ക് നല്ല തലവേദന ഇപ്പൊ എടുക്കുന്നുണ്ട്. അയ്യോ, കലവറ അച്ചപ്പം, മുറുക്ക്, ചിപ്സ്, മിച്ചറ് എല്ലാം ഉണ്ട് ഗൈസ്. മാഗി ഉണ്ടാക്കി കഴിക്കണം ചൂടോടെ. മുട്ടയൊക്കെ പൊട്ടിച്ച് കുറച്ച് റോസ്റ്റഡ് കപ്പലണ്ടി പൊട്ടിച്ചേരട്ടെ കുറിക്കാൻ. പഴം കൊണ്ടുണ്ടാക്കി എന്തോ ഐറ്റം തോന്നുന്നു. അവസാനം ഓ ഗൈസ്, ഇത് മറ്റില്ല ബബിൾ കം. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ പോവാ. ഇനി വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് കുറച്ചും കൂടെ ഉള്ളടാ വെള്ളം. ഇത്രയും വെള്ളം കൂടെ ഉള്ളു കഴിച്ചു എനിക്കിനി. ഞാൻ ചെലപ്പോ നാളെ രാവിലെ വരെ ഞാൻ കുളിക്കണം കഴിച്ചിനി. തലവേന എടുക്കുന്നു. എനിക്കൊന്നും പറയാൻ വയ്യ, എനിക്ക് വിശക്കണം. ഗൈസ്, സമയം 9:30 ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. എനിക്ക് എപ്പോഴേ എന്റെ ചെവിയിൽ ഇങ്ങനെ തോന്നുന്നു, അമ്മ എനിക്ക് ഇതൊന്നുമല്ല ശിക്ഷ. ക്യാമറ കൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാം. നമ്മളൊരു ഫാമിലിയുടെ ഔട്ടിങ്ങിന് ഒരു വ്ലോഗ് എഡിറ്റ് ചെയ്യുവാണ്. നോക്കണേ, പാവ് ബജ്ജി, പാനിപൂരി ഇതേ കഴിക്കുന്നത്, ഇതേ ഫിഷ് ഫ്രൈ, അത് കഴിഞ്ഞിട്ട് ചിക്കൻ പ്ലേറ്റ്. ഇതിലും വലിയൊരു ഗതികെട്ട അവസ്ഥയിൽ വേറെ ഇല്ല. വിശക്കണ് ഗൈസ്,
നല്ല വിശപ്പ്. ഞാൻ പറഞ്ഞില്ലേടാ നിന്റെ അടുത്ത് രാത്രി വിശപ്പാവും, ഞാൻ പറഞ്ഞില്ലേ. കുളിച്ച് കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞ ഭയങ്കര വിശപ്പ് സത്യം. കുളിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര സീൻ. ഗൈസ് ഇപ്പൊ നിലവില് ഏറ്റവും കുറവുള്ള എനിക്കാണ് കേട്ടോ. വെള്ളത്തിന്റെ ഒക്കെ നമ്മൾ ഈ ചലഞ്ച് മൂലം ആഹാരത്തിന്റെയും വെള്ളത്തിന്റെയും വില നമ്മൾ മനസ്സിലാക്കണം. അതെ, അതാണ് ഇതിന്റെ ലക്ഷ്യം. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന ഒരു മെസ്സേജ്. ഇപ്പൊ സമയം സമയം ഒന്ന് കാണിച്ചേ. 9:34 ഗൈസ് സമയം നോക്കിക്കോളൂ. 9:34. നാളെ 10 മണി വരെ. നാളെ 10 മണി വരെ. വെറുതെ ഇറങ്ങി വരുന്ന കേട്ടോ. കുളിച്ചാ? ഇപ്പോഴാണോ കുളിച്ചു കഴിഞ്ഞാ? എത്ര നേരമായി? ഹേ ഗൈസ് സമയം 10:30 ആവാറായിട്ടുണ്ട് സുഹൃത്തുക്കളെ. വിശപ്പുണ്ടാ? ഇല്ല വിശപ്പില്ലേ? നല്ല വിശപ്പുണ്ട്. ഇതെന്തരാ ഇത്? ലിപ്സ്റ്റിക്കാ? അത് ഇച്ചിരി ഞാൻ ബ്ലഷ് ഇട്ട്. വെള്ളത്തിൽ ഹയസ്റ്റ് ഞാന്. വെള്ളം കുടിച്ചതേ ഇല്ലേ? നമ്മള് 3 പേരും ജയിക്കുവാണെങ്കിൽ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി വെച്ച് വിജയപ്രഖ്യാപനം. അതെന്തരടേ? വെള്ളം കുടിച്ചാ കറങ്ങി വീഴുവേ. ദാഹിക്കുമ്പോ കുടിച്ചോളാം. കുളിച്ചപ്പോ കുടിച്ചോന്ന് എനിക്കറിയത്തില്ല. ആ ശരിയല്ലേ? കുളിച്ചപ്പോ കുടിച്ചേട്ടോ. കുളിക്കുമ്പോ ഞാൻ ക്യാമറ ഇല്ലല്ലോ. ശവരം തുറന്നു വെച്ചിട്ടേ. വാശിയേറിയ മത്സരമാണ് സുഹൃത്തുക്കളെ. ആരെങ്കിലും ഒക്കെ തോക്കണേ പോയി. ഈ പെണ്ണിന് പട്ടിണി കിടന്ന ശീലമുണ്ട് കൈസ്. നമുക്കൊരു ശീലമില്ല, അതല്ലേ വിഷയം. കാണിക്കാൻ നോക്കി എങ്ങനെ തോന്നുന്നത് ഇതൊക്കെ. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ ഇത് മിക്കവാറും ഒഴിപ്പിക്കുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാലേ, ഉറങ്ങാതിരുന്നേന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യും. കാരണം നമുക്ക് കുറച്ച് എനർജി ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ട്. ഇതിപ്പോ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല, പറ്റുന്നില്ല. എനർജി തീരെ ഇല്ല ഗൈസ്. വീട്ടിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ആ ചാക്ക് പോലും എടുത്തോണ്ട് വെക്കാനുള്ള ഒരു ഇത് തോന്നുന്നില്ല. എന്തോ TV ആണോ സിനിമ വല്ലതും കണ്ടോണ്ടിരിക്കാം. ഗൈസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല ഗൈസ് സത്യമായിട്ടും. മറ്റേതായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരുന്നു, നമുക്ക് എന്തെങ്കിലും ഗെയിമോ എന്തെങ്കിലും ചെയ്യാൻ. തീറ്റ ഉണ്ട്. നാളെ ഒരു തീറ്റ ഉണ്ട്. രാവിലെ ഉണ്ടല്ലോ. എന്തിനാ ഉണ്ടാക്കുന്ന രാവിലെ? ഇഡലിയാ? രാവിലെ ഹെവി ആയിട്ട് കഴിക്കില്ല കേട്ടോ. കാരണം നമ്മൾ ഒന്നാതെ ഒന്നും കഴിക്കാതിരിക്കുക. അപ്പോഴും അങ്ങനെയെങ്കിലും ഒന്ന് രാവിലെ ആയാൽ മതി. ഒരു 10 മണി ആയിരുന്നെങ്കിൽ ഇഡലി സാമ്പാർ ചമ്മന്തി. അമ്മയച്ഛനൊക്കെ ഇതേ ഉത്സവം കഴിഞ്ഞ് വന്നു കേട്ടോ. നമ്മുടെ വെള്ളത്തിന്റെ അളവ് ഇതാണ്ട് ഈ നടുക്കിരിക്കുന്ന ഏറ്റവും കുറവ് എന്റേതായി, ഏറ്റവും കൂടുതൽ മൃദുലയുടേത് ഇതേ, അത് കൊച്ചുവിൻ്റെത്. കൊച്ചുതേ ഇവിടെ കണ്ട കടച്ചിങ്ങനെ കിടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അമ്മ നിങ്ങളെന്ത് ഫുഡ്? അവര് നമ്മളെ ഫ്രണ്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നില്ല ഗായ്സ്. വയറ് വിശന്നിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മുമ്പിൽ കൊണ്ട് ചെന്ന് അതൊരു ഇതല്ലേ. നിങ്ങൾ മുമ്പിൽ നിങ്ങൾ വിശന്നിരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ നിങ്ങൾ മുമ്പിൽ കൊണ്ട് വെച്ച് തിന്നും? സമയം എത്ര സമയം കാണിച്ചടാ? 11:53. 11:53 സമയം 1 മണി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ആരും വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ വിചാരിച്ച കേസ് ഇവര് നേരത്തെ തോക്കുമായിരിക്കും. കുളിച്ചിട്ട് വന്നാ 2 പേർക്കും വിശക്കും. ഞാൻ വിചാരിച്ചു കുളിച്ചിട്ട് വന്ന് തിന്നുമായിരിക്കുന്നു. നമ്മളെ കിടക്കുമ്പോഴാണ് തലവേദന കൂടുന്നത്. ഇരിക്കുമ്പോ വലിയ പ്രശ്നമില്ല. ഫോണിൽ കളിക്കാൻ പറ്റുന്നില്ല കൈസ്. അതാ ഭയങ്കര തലവേദന എടുക്കണം. ഗെയിം കളിക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഒരു കാര്യം, ഉറക്കവും വരുന്നില്ല. ഇതിപ്പോ 24 hours നോ സ്ലീപ്പും ഫുഡ് ഈറ്റിംഗ് നോ സ്ലീപ്പും നോ ഫുഡും ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിശപ്പ് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. വെള്ളം ആരെയൊക്കെ മിച്ചമുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ വെള്ളം ഇപ്പൊ തീരും. എന്നെ ഇനി ഇത്രേ ഉള്ളൂ. ഈ വ്ളോഗ് എത്രത്തോളം എന്റർടൈനിങ് ആണെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. കാരണം എന്റർടൈനിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് സത്യമായിട്ട് ഒരു എനർജി ഇല്ല ഗൈസ്. അതുകൊണ്ടാണ് ഇങ്ങനെ ആഞ്ഞിരിക്കുന്നത്. നമ്മളന്ന് നോ ഫുഡ് ചലഞ്ച് മീൻസ് അന്ന് നമ്മൾ 24 hours നോ സ്ലീപ്പ് ചലഞ്ച് ചെയ്തപ്പോൾ പുറത്തു പോയി നമ്മൾ മീൻസ് ഡാൻസ് കളിച്ചു. മാക്സിമം നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കാൻ നോക്കും. കാരണം നമ്മൾ ആക്റ്റീവായിട്ട് ഉറങ്ങാതിരിക്കാനായിട്ട് മാക്സിമം എന്റർടൈനിങ് ആക്കാൻ നോക്കുമായിരുന്നു. പക്ഷെ ഇത് നമുക്ക് അതിനുള്ള എനർജി ഇല്ല, നമുക്ക് ഒന്നും ചെയ്യാനുള്ള എനർജി ഇല്ല. സത്യം പറഞ്ഞാൽ ഫുഡ് എന്ന് പറയുന്ന സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ല ആക്ച്വലി. നമുക്കിനി കിടന്നുറങ്ങുന്നതായിരിക്കും ബെറ്റർ. ഉറക്കം വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗ്യാസ് ഭയങ്കരമായിട്ട് ഗ്യാസ് കയറി നമുക്ക് ഏമ്പക്കം ആ ഒരു സംഭവം പൊക്കോണ്ടിരിക്കും. മുറിവിന്റെ അടുത്തൊന്നും ഇരിക്കാനേ പറ്റത്തില്ല. അതേപോലെ എനിക്ക് ഒരു കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഇരുന്ന് നമുക്ക് വിശപ്പ് കൂടും, നമ്മൾ ഇനിയും കുറെ കൂടി ടയേർഡ് ആകും. നമ്മൾ ചിലപ്പോൾ മയങ്ങി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അച്ഛൻ ചോദിച്ച്
നാളെ ആശുപത്രി കൊണ്ടുപോണ്ടി വരുമോ? കമന്റിൽ നിങ്ങൾ പറഞ്ഞ ചലഞ്ചാണ്. അപ്പം നിങ്ങൾ പറയാഞ്ഞതുകൊണ്ട് നമുക്ക് പിന്നെ ചെയ്യാന്ന് വിചാരിച്ചു. നോ ഫുഡ് ചലഞ്ച് ഞങ്ങൾ ഒരുമിച്ചാട്ടോ കിടക്കുന്നത്. ആരെങ്കിലും എണീറ്റ് അറിയണ്ടേ? അതെ, നമ്മളിന്ന് ഒരുമിച്ചാട്ടോ കിടക്കുന്നത്. കുറച്ചേരം ഒന്ന് കിടക്കട്ടെ ഗൈസ്, ഉറക്കം വരുമെന്ന് അറിഞ്ഞൂടാ. ഗൈസ്, അടുത്തതായിട്ട് നമ്മളൊരു മിമിക്രി ട്രൈ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഫസ്റ്റ് ജനാർദ്ദൻ, പ്രവീണ ജനാർദ്ദനെ. കൊള്ളല്ലേ? കൊള്ളടാ, ഇടാ എടാ ബുദ്ധിമാനെ, ഇടാ എടാ എടാ പരനാറി, കൊള്ളടാ. അച്യുതാനന്ദന് കൊറോണ പിടിച്ചപ്പോഴുള്ള സൗണ്ട്. അയച്ചോളോ എന്നോടാ പേசுறേ. ഡയലോഗ് അറിഞ്ഞൂടാ. ചലോ ലോപ്പി ചലോ ரொம்ப மிஸ் பண்றடா. நீ கக்குச்சி போகலடா. சல்லோ நீ கக்குச்சுக்கு போக வந்துட்டே. ஏண்டா போய் விட்டுறா. ഇല്ല, സൗണ്ട് മാറിപ്പോയി. അതിന്റെ സൗണ്ട് കൊണ്ടുവാ. നിങ്ങളുടെ മനത്തിലൂടെ പോകുന്ന എല്ലാ ശബ്ദങ്ങളും ഞാൻ ഇടാം. ഓക്കെ, നിങ്ങൾ കണ്ണടക്കി. നിങ്ങൾ ഇപ്പൊ കാട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ കാട്ടിൽ അകപ്പെട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിലൂടെ നടന്നു പോവാ. കണ്ണട അടച്ചടച്ചടച്ച് നിങ്ങൾ അകപ്പെട്ടു നടന്നു പോവാണ്. മഴ പെയ്യുന്നു. അപ്പം മഴ പെയ്യുന്ന തുപ്പലിന്റെ രൂപത്തിലാണോ? സൈഡിൽ കൂടെ ഒരു വെള്ളം പുഴ ഒഴുകുന്നു. ഇനി നിന്റെ മാസ്റ്റർ ഐറ്റംസ് എന്തെങ്കിലും? എന്താ നിങ്ങൾ കണ്ടടാ? നിങ്ങൾ വലിയൊരു കൊക്കയുടെ മണ്ടയിൽ നിൽക്കുക. അതിന്റെ മണ്ടയിൽ തറയിലോട്ട് വീഴുന്നു. കൊച്ചിന്റെ വെള്ളം തീരാറായി. ഞാൻ ഇനി എനർജി എടുക്കുന്നില്ല, ഉറങ്ങാൻ പോകുന്നു. ശരിയാവില്ല. ഇച്ചിരി നേരം അറിഞ്ഞില്ല. ഇച്ചിരി നേരം കൊള്ളായിരുന്നു. ഓക്കെ ഗൈസ്, ഇനി നമ്മള് കിടക്കാൻ പോവാണ് ഗൈസ്. ഇനി ഇടയ്ക്ക് എണീക്കുമ്പോ വരാം നമുക്ക്. 3 ഭയങ്കര ഉറക്കമായിരുന്നു. നമ്മളിപ്പോ വന്ന് റൂമിൽ വന്ന് വിളിച്ച് മൃദുലാണ്ട് ഉറങ്ങി എണീച്ച് ഇങ്ങനെ ഇരിക്കുന്നു. താഴെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി കാപ്പിയൊക്കെ എടുത്ത് കുടിക്കും. എൻ്റെ കൊച്ചു ഭയങ്കര ഉറക്കം. അവതൊന്നും അറിഞ്ഞില്ല. മൃദുല മാത്രം റൂം തുറന്നു തന്ന് അവളിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് വിളിച്ച് കൊച്ചു ഇടിച്ച് പല്ലൊക്കെ തേച്ച് നോയമ്പൂറിക്ക്. അയ്യോ നോക്കട്ടെ, എല്ലാം മോളെ പോകാരിക്കുന്നുണ്ട. അപ്പൊ താഴെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മക്കള്. ഞാൻ 3 പേർക്കൊക്കെ എടുത്ത് കുടിക്ക്. ആദ്യം നാരങ്ങ ആഹാരം അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. അയ്യോ, ആഹാരത്തിന്റെ വെള്ളത്തിന്റെ വില നന്നായിട്ട് അറിഞ്ഞേ ഭഗവാനെ. എന്തോ ഒരു തണുപ്പ് ഇങ്ങനെ ഇറങ്ങി പോയതുപോലെ. ആള് വെക്കാൻ പോകുന്നു. വയറ് കുതിർന്നു. ഇത് മനുഷ്യജീവിയൊന്നും അല്ല, ഇത് വേറെ എന്തോ സാധനമാണ്. പട്ടിണിയൊക്കെ ശീലമുണ്ട്. ഒരു നേരമേ കഴിയത്തുള്ളൂ. നമുക്കൊരു ക്ഷീണമില്ല ഗൈസ്. ഇത് രണ്ടെണ്ണം അങ്ങനെയല്ല. കൊച്ചുനാളി പക്ഷെ നേരം വെളുത്ത് ഇരുട്ടുന്നിടം വരെ തിന്നുന്ന ഒരു ജന്മമാണ് ഇത് രണ്ടും. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. നല്ല എന്തിനാ ഉള്ളത്? ഇഡലിയുണ്ട്, സാമ്പാറുണ്ട്, ചമ്മന്തി ഉണ്ട്, മുട്ട ഒഴുകിയതുണ്ട്, പഴമാണ്. വിജയ് പ്രഖ്യാപിക്ക്. വിജയ് നമ്മള് 3 വിജയ്. ഒറ്റയ്ക്ക് ജയിക്കണമായിരിക്കും. അവള് വിചാരിച്ചു ഗൈസ് നമ്മളങ്ങ് തോക്കും, എവളങ്ങ് ജയിക്കുമെന്ന് വിചാരിച്ചു. സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല ഇവര് ജയിക്കുന്നു. പക്ഷെ നിന്റെ വിചാരണയൊക്കെ മാറിയില്ലേ? അതാ 3 വിജയികളായി. അപ്പൊ നമ്മൾ ആദ്യമായിട്ടൊരു ഇത്രയെങ്കിലും നാളായിട്ട് ഫസ്റ്റ് നടത്തിയ ഒരു ചലഞ്ചിൽ നമ്മൾ 3 പേരും വിജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൈയ്യോടെ. അപ്പൊ എനിവേ അടിപൊളി ഒരു ചലഞ്ചായിരുന്നു. അപ്പം ഇനി വയ്യ. സാമ്പാർ കഴിയുമ്പോ നടുക്ക് മണ്ടയില വരികയെ. എനിക്ക് സാമ്പാർ എനിക്ക് ഉമ്മനീര് ഇറക്കുന്ന കഴിച്ച് ഞാൻ
ഗായ്സ്, അപ്പോൾ നമ്മളിത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മ നമ്മൾ സത്യം പറഞ്ഞത് കംപ്ലീറ്റ് ആക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാ? വിചാരിച്ചില്ല. വിശന്ന് ഇത്ര ഇരിക്കും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അവന്മാരിങ്ങനെ വിശന്ന് ഇരിക്കത്തില്ല. നിങ്ങളത് പക്ഷേ ഇന്നലെ ഞങ്ങൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതിന് നമുക്ക് ഭയങ്കര വിഷമമായി. നമുക്ക് നിങ്ങള് പെട്ടെന്ന് ഇരിക്കാൻ നമുക്ക് കഴിക്കാൻ തോന്നില്ല. എന്നിട്ട് രഹസ്യമായിട്ട് അവരാരും അറിയാതെ ഓരോരുത്തരുടെ ചോദിച്ചിരിച്ച് ചോറും കഴിച്ചില്ല. അവര് കഴിച്ചില്ല. അവര് ചലഞ്ച് ചെയ്ത അങ്ങനെ ഇരിക്കും. അതുകൊണ്ടൊക്കെയായിരുന്നു ഉറക്കൊഴിയുന്ന കാര്യത്തില്. അതേ കണക്കായിരുന്നു. നമുക്ക് ഉറക്കൊഴിയുന്നത് ഭയങ്കര ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു. എനിക്ക് ഭയങ്കര ബിഗ് ഡീൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്റ്റീവായിട്ടിരിക്കായിരുന്നു. ചെയ്യാനായിട്ട് ഇതിനകത്ത് നമുക്ക് ക്ഷീണമായിരുന്നു. ഇനി ഇതുപോലുള്ള നിങ്ങൾ കമന്റ് ചെയ്ത ചലഞ്ചാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ള യുണീക്ക് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചലഞ്ചുകൾ ഇനിയും കമന്റ് ചെയ്യൂ. അപ്പം ഹോപ്പ് യു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ ഒരു ലൈക്ക് അടിച്ചേക്കും. ഇപ്പോൾ തന്നെ കാരണം നമ്മൾ വേറൊരു വീഡിയോ പറഞ്ഞിട്ടില്ല ലൈക്ക് വേറൊരു വീഡിയോ പറഞ്ഞിട്ട് പറഞ്ഞു ഇത് അത്രയ്ക്ക് എഫേർട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സാമ്പാറിന്റെ ഗ്യാസ് അമ്മ എവനെ വല്ല കഞ്ഞി അണ്ടാവോ എല്ലാം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വല്ല കിടത്തിരും ഒരു ദിവസം കുടിച്ചിട്ട് പുറകെ കയറി വരട്ടെ. ഇവിടെ ഉച്ചയ്ക്കും കഞ്ഞി കുടിക്കുന്നതായിരിക്കും ബെറ്റർ. കഞ്ഞിന്ന് എനിക്കാണ്ടോ